മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇതുമായി ബന്ധപ്പെട്ട് വിവാദം കൂടി സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് കുടുംബസമേതമായ ദർശനം. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറും ഈ സമയം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. അതേസമയം ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകരോട് ദേവസ്വം ജീവനക്കാർ മോശമായി പെരുമാറി എന്നുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. ചുറ്റുമുണ്ടായ നിരവധി ആളുകളും ഇത് പിണറായിയുടെ മകനാണ് എന്നറിഞ്ഞപ്പോൾ മൊബൈലിലും മറ്റും ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. പക്ഷേ ഇതും ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. സാധാരണ ദേവസ്വം ബോർഡ് പ്രവർത്തകർ ഇത്തരം VIP-കളൊക്കെ ദർശനം നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകരെ അറിയിക്കാറുണ്ട്. വിവേക് കിരണിന്റെ വരവ് ആരെയും അറിയിച്ചിരുന്നില്ല. എന്നാൽ ആ സമയം ക്ഷേത്രത്തിലെത്തിയ ഒരു പ്രാദേശിക മാധ്യമപ്രവർത്തകൻ ആ ദൃശ്യങ്ങൾ പകർത്തുകയും മറ്റുമായിരുന്നു. ദേവസ്വം കാവൽക്കാർ ഈ മാധ്യമപ്രവർത്തകനെ പിടിച്ചു തള്ളി എന്നും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തി എന്നുമാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, ഇതിപ്പോൾ സന്ദർശനം എന്നതിനപ്പുറത്ത് വിവാദമായി മാറിയിരിക്കുകയാണ്. സംഭവിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്ന രീതിയിലാണ്. ഇത്ര രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ടായിരുന്നോ ആ ദർശനം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് വിരലിച്ചുകൊണ്ടിരുന്നത്. എന്തിനാണ് ഇത്ര വലിയ രഹസ്യ സ്വഭാവം ഈ ഒരു ദർശനത്തിനെത്തിയ ഒരു സാഹചര്യത്തിൽ അതിനെ അത്രയും രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടുന്ന സാഹചര്യം എന്താണ് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. പ്രത്യേകിച്ചും ഈ വിവേക് കിരൺ ഇവിടെ എത്തുന്നു, ഗുരുവായൂർ എത്തുന്നു. അതൊരു VIP സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാധ്യമപ്രവർത്തകരെ അത്തരം കാര്യങ്ങൾ അറിയിക്കാറുമുള്ളതാണ് ദേവസ്വം. പക്ഷേ ഇത് വളരെ രഹസ്യമായി സൂക്ഷിക്കുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിനകത്ത് വെച്ച് ഒരു പ്രാദേശിക മാധ്യമപ്രവർത്തകൻ രാജു, അദ്ദേഹമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ആ ദൃശ്യങ്ങൾ പകർത്തുന്ന സാഹചര്യത്തിൽ ദേവസ്വം ജീവനക്കാർ തന്നെ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി. ദേവസ്വത്തിലെ ജീവനക്കാരാണ് രാജുവിനെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയതും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഈ മറ്റു ചില മാധ്യമപ്രവർത്തകർ, അതായത് മറ്റു ചില ലോക്കൽ മാധ്യമപ്രവർത്തകരും അവിടെ എത്തിയിരുന്നു. ഈ പ്രാദേശിക മാധ്യമപ്രവർത്തകരോടും ഇത് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല, പിണറായി വിജയൻ്റെ മകനാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകനാണ് ദർശനത്തിന് എത്തിയത് എന്നറിഞ്ഞ് അവിടെ ക്ഷേത്ര ദർശനത്തിനെത്തിയ മറ്റു ചില ആളുകളും ദൃശ്യങ്ങൾ പകർത്തുകയുണ്ട്. അവരോടൊക്കെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യം, ഈ ദേവസ്വം ജീവനക്കാർ നടന്ന് ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. എന്തുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സമുന്നത നേതാവിൻ്റെ മകന് ക്ഷേത്രത്തിൽ പോയിക്കൂടെ എന്നുള്ള ചോദ്യം ബാക്കിയാകാം. അതല്ലെങ്കിൽ അത് മകൻ്റെ പൊളിറ്റിക്സ് അത് തന്നെ ആവണമെന്ന് നിർബന്ധമുണ്ടോ? അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാവിന് തന്നെ ക്ഷേത്രത്തിൽ പോയിക്കൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അങ്ങേറ്റം സംവാദത്തിന് ഇടയാക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ വിവേക് കിരൺ എന്ന് പറയുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഈ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയധികം രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും ദൃശ്യങ്ങൾ പകർത്താൻ ചെന്ന ആളുകളെ കയ്യേറ്റം ചെയ്യുകയും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോയത് എന്നുള്ളതാണ് ബാക്കിയാകുന്ന ചോദ്യം. ഏതായാലും പ്രാദേശിക മാധ്യമ പ്രവർത്തകന് മർദ്ദനമേറ്റു എന്നാണ് ഇപ്പോൾ വരുന്ന പരാതി. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇത്ര രഹസ്യാത്മക സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഗുരുവായൂർ ക്ഷേത്ര ദർശനമായിരുന്നു. എന്തായാലും ഈ വിഷയം പാർട്ടി പ്രവർത്തകർക്കിടയിലും ചർച്ചയായിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.